ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ആർക്കായാലും ഉള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ മാറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു ഫോൺ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു 10 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേയും ഹൈ റെസൊല്യൂഷനും മൾട്ടി ക്യാമറ സെറ്റപ്പും നല്ലൊരു ഡിസൈനുള്ള ഫോൺസാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഈ സ്മാർട്ട് ഫോൺസിനൊക്കെ ലോ പ്രൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് നല്ല പോസിബിൾ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് ഇത് തരുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X2 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 64+2+8 2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 20+2 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ക്യാമറയും കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ 6GB റാം, 4500 mAh ഒരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. 17,999 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ K20 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.39 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 48+16+8 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 20 മെഗാ പിക്സലിൻ്റെ ഒരു പോപ്പപ്പ് ക്യാമറയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ 6GB റാമും 4000 mAh ബാറ്ററിയും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടാ സ്നാപ്ഡ്രാഗൺ 730 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 19,784 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മൾ മൂന്നാമത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി X2 ആണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ 6.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 64+8+2+2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് ഇതിനുള്ളത്. 6GB റാമും 4000 mAh ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒക്ടാ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 16,999 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മൾ നാലാമത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 6 Pro ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ 6.6 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 64+12+8+2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 16+8 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് വരുന്നത്. 8GB റാമും 4300 mAh ഒരു ബാറ്ററിയും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒക്ടാ കോർ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 17,999 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 Pro Max. ഇതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 64+8+5+2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 6GB റാമും 5200 mAh ഒരു ബാറ്ററിയും ആണ് ഇതിനുള്ളത്. ഒക്ടാ കോർ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 12,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ ഫോണ് റിയൽമി XT ആണ്. ഇതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ 6.4 ഇഞ്ചിൻ്റെ സ്ക്രീനും 64+8+2+2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണുള്ളത്. 4GB റാമും 4000 mAh ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒക്ടാ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 712 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 17,990 ആണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ ഫോണ് നോക്കിയ 7.2 ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 48+8+5 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 20 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും 4GB റാമും 3500 mAh ഒരു ബാറ്ററിയാണ് ഇതിന് വരുന്നത്. ഒക്ടാ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 616 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 18,599 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ ഫോണ് സാംസങ് ഗാലക്സി M31 ആണ്. ഇതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ 6.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 68+8+5+5 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 6GB റാമും 6000 mAh ബാറ്ററിയുമാണ് ഇതിനുള്ളത്. ഒക്ടാ എക്സിനോസ് 9611 പ്രൊസസ്സറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 14,999 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഒമ്പതാമത്തെ ഫോണ് നോക്കിയ 8.1 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ
6.18 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 12+13 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 20 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും 4 GB റാമും 3500 mAh ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒക്ടാ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 710 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. 16,846 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ ലാസ്റ്റത്തെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ U20 ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് 6.53 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും 16+8+2 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ്. 4 GB റാമും 5000 mAh ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒക്ടാ കോർ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 675 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 11,990 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത്. ഈ 10 സ്മാർട്ട് ഫോൺസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നമുക്ക് നല്ലൊരു പെർഫോമൻസ് തരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.